വാർത്തകൾ വിശദമായി. മലബാർ മേഖലയിലെ +1 സീറ്റിന്റെ അപര്യാപ്തത പരിഹരിക്കണമെന്നും മുടങ്ങിക്കിടക്കുന്ന ഗ്രാന്റ്സ് അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉടൻ വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് KSU പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. അവസാനഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടും മലബാർ മേഖലയിൽ ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾക്കാവശ്യമായ സീറ്റുകളോ ബാച്ചുകളോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരവുമായി KSU തെരുവിലിറങ്ങിയത്. പാലക്കാട് കളക്ടറേറ്റിലേക്ക് KSU ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷത്തിലേക്ക് നീങ്ങി. പ്രതിഷേധക്കാരെ പോലീസ് കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ള അധിക ബാച്ച് എന്ന ഗൗരവമേറിയ പ്രശ്നം ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ സമരവുമായി KSU തെരുവിലുണ്ടാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഫുൾ A+ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് പോലും കൃത്യമായി സർക്കാർ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ പരസ്യവാചകങ്ങളിൽ മാത്രമാണ്. അവർക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളോട്, കേരളത്തിലെ മാതാപിതാക്കളോട് ഒരു കൂറുമില്ല, ഒരു ആത്മാർത്ഥതയുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്നത്. ഇവിടെ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. സർക്കാർ സ്കൂളുകളിൽ എണ്ണം കൂട്ടുന്നില്ല. എന്തിനേറെ പറയണം, തൊട്ടപ്പുറത്തെ കോഴിക്കോട് ജില്ലയിൽ സർക്കാർ സ്കൂളും മാനേജ്മെന്റ് സ്കൂളും അതിന്റെ മുഴുവൻ സംവരണ സീറ്റുകളും കൂട്ടിവെച്ചാൽ പോലും വിജയിച്ചിട്ടുള്ള 5000 വിദ്യാർത്ഥികൾ +1 അഡ്മിഷൻ ഇല്ലാതെ പുറത്തിരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, 10ാം ക്ലാസ് വരെ കൂലിപ്പണിക്കാരന്റെ മക്കൾ, ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മക്കൾ, പ്രവാസിയുടെ മക്കൾ, പണമുള്ളവന്റെ മക്കൾ, പണമില്ലാത്തവന്റെ മക്കൾ ഒരുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചു വരുമ്പോൾ അവൻ അഭിമാനത്തോടെ മാർക്ക് നേടിയെടുക്കുമ്പോൾ അവന് +1 അഡ്മിഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നെഞ്ചുരുകുമെന്ന് മാത്രമല്ല, അവന്റെ ഭാവിയെ കുറിച്ച് അവനുണ്ടാകുന്ന ആശങ്ക, അവരുടെ വീട്ടുകാർക്കുണ്ടാകുന്ന ആശങ്ക, ആ ആശങ്കയാണ് ഇന്നിപ്പോ KSU ഒരു സമരമായി ഏറ്റെടുത്തിട്ടുള്ളത്.
KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അജാസ് കുഴൽമന്നം, ഗൗജ വിജയകുമാരൻ, നിർവാഹക സമിതി അംഗം D. ഡിജു, ജില്ലാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.